ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് നാളെ ഓസ്ട്രേലിയയിലെ പെർത്തിൽ തുടക്കമാവുകയാണ്. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഈ വർഷം ആദ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ച ശേഷം കോഹ്ലിയും രോഹിത് ശർമ്മയും ആദ്യമായി ഇന്ത്യൻ കുപ്പായത്തിൽ കളിക്കാനായി എത്തുന്നു എന്നതാണ് മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി മാറുന്നത്. ശുഭ്മാൻ ഗില്ലിന്റെ കീഴിലാണ് പരമ്പരയിൽ ടീം ഇന്ത്യ കളിക്കുന്നത്. പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ഗില്ലിനെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത്. രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായാണ് ODI ഫോർമാറ്റിലേക്ക് ഗിൽ നായക സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. കോഹ്ലിക്കും രോഹിത്തിനും ടീമിൽ സ്ഥാനം നിലനിർത്തണമെങ്കിൽ ഫോമിലേക്ക് ഉയരേണ്ടത് അത്യാവശ്യമാണ്. 2027 ഏകദിന ലോകകപ്പിൽ കളിക്കാനുള്ള ആഗ്രഹം ഇരുവരും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഓസീസ് പര്യടനത്തിൽ ഉൾപ്പെടെ ഫോമിലെത്തിയാൽ മാത്രമേ ഇരുവർക്കും ടീമിൽ തുടരാനായി സാധിക്കുകയുള്ളൂ. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ടീമിലില്ല എന്നതാണ് മറ്റൊരു സവിശേഷമായ കാര്യം. മലയാളി താരം സഞ്ജു സാംസണെയും ഏകദിന ടീമിലേക്ക് പരിഗണിച്ചിരുന്നില്ല. ഇന്ത്യൻ സമയം രാവിലെ 9 മണിക്കാണ് ഓസ്ട്രേലിയയിലെ പെർത്തിൽ മത്സരം ആരംഭിക്കുന്നത്. പകൽ രാത്രിയായി നടക്കുന്ന മത്സരം സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലുമായിരിക്കും കാണാനായി സാധിക്കുക. ഇന്ത്യൻ ടീമിന്റെ സാധ്യത 11ലേക്ക് വരുമ്പോൾ ഗിൽ രോഹിത് ശർമ്മ സഖ്യമായിരിക്കും ഓപ്പണിംഗിനായി എത്തുക. വൺഡൗണായി കോഹ്ലി ക്രീസിലെത്തുമ്പോൾ പിന്നാലെ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, അഞ്ചാമനായി KL രാഹുൽ എന്നിവരായിരിക്കും ബാറ്റിംഗിനായി എത്തുന്നത്. വിക്കറ്റ് കീപ്പർ റോളും രാഹുൽ ഉറപ്പിച്ചതോടുകൂടി ടീമിലുള്ള അരങ്ങേറ്റ ബാറ്റർ ധ്രുവ് ജുറലിനെ കാത്തിരിക്കേണ്ടതായി തന്നെ വരും. ശ്രേയസ്, KL രാഹുൽ എന്നിവരുടെ ബാറ്റിംഗ് സ്ഥാനം സാഹചര്യത്തിനനുസരിച്ച് മാറാനും സാധ്യതയുണ്ട്. 6-മനായി നിതീഷ് കുമാർ റെഡ്ഡിയായിരിക്കും ടീം ഇന്ത്യ പരിഗണിക്കുന്നത്. സ്പിൻ ഓൾറൗണ്ടറായി അക്സർ പട്ടേലിനും ടീമിൽ ഇടം ലഭിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ പ്ലേയിങ് 11 അപ്ഡേറ്റുകളിൽ പറയുന്നത്. 7-മനായി താരം ബാറ്റിംഗിനായി എത്തും. മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരായിരിക്കും ടീമിലെ പേസർമാർ. ആദ്യത്തെ മത്സരത്തിൽ ഹർഷിത് റാണയ്ക്ക് പ്ലേയിങ് 11ൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതകൾ കുറവായി തന്നെയാണ് പറയപ്പെടുന്നത്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് ടീമിൽ തുടരും. അതുകൊണ്ട് തന്നെ ആദ്യ ഏകദിനത്തിനുള്ള ടീം ഇന്ത്യയുടെ കംപ്ലീറ്റ് പ്ലേയിങ് 11 പരിഗണിക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ, രോഹിത് ശർമ്മ, കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, നിതീഷ് കുമാർ റെഡ്ഡി, അക്സർ പട്ടേൽ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ് എന്നിവരായിരിക്കും ഇന്ത്യൻ 11ൽ ഉണ്ടായിരിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.